എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി 46 സങ്കീർത്തനം 4 വാക്യം. സങ്കീർത്തനം 46:4. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. നദികൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായി ധാരാളം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഒന്നാണ് നദി എന്ന് നമ്മൾ കാണുന്നത്. നല്ല തുടക്കവും മോശമായ ഒടുക്കവുമുള്ള ജീവിതത്തെ ചിലപ്പോൾ നദികളോട് താരതമ്യപ്പെടുത്തി കേട്ടിട്ടുണ്ട്. ഉദാഹരണമായി യോർദാൻ നദി ഹെർമോൻ മലയിലെ പനിമഞ്ഞിൽ നിന്ന് രൂപപ്പെട്ട് ഹൂല തടാകത്തിൽ നിന്ന് കരുത്താർജിച്ച് തെളിമയുള്ള ഗലീല തടാകത്തിൽ മുങ്ങിക്കുളിച്ച് ഉന്മേഷപൂർവം യോർദാൻ താഴ്വരയിൽ എത്തുകയും അവസാനം ചാവുകടലിലെ ഉപ്പുവെള്ളത്തിൽ മുങ്ങി ഇല്ലാതാകുകയും ചെയ്യുന്നു. എത്ര ഉന്നതമായ ഒരു ആരംഭമായിരുന്നു! എന്നാൽ അതിൻ്റെ പതനം വളരെ ഹീനമാണ്. നഷ്ടപ്പെട്ട ജീവിതത്തിൻ്റെ വേദനിപ്പിക്കുന്ന സാദൃശ്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ചെറിയ ആരംഭത്തിൽ നിന്ന് ശ്രദ്ധേയമായ അന്ത്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. നദിപ്പിക്കുന്നത് അഥവാ ശബ്ദിക്കുന്നത് ആണ് നദി. മതിച്ച് വധിച്ച് നദിച്ച് രസിച്ച് എന്നൊക്കെ ആളുകൾ ബഹളം വെച്ചു പോകുന്നതും നദികൾ ശബ്ദിച്ച് ഒഴുകുന്നതും താരതമ്യപ്പെടുത്തി കവികൾ വർണ്ണിച്ചിട്ടുണ്ട്. അരുവുന്നത് അഥവാ ചലിക്കുന്നതാണ് അരുവി. തൊടുക്കുന്നത് അല്ലെങ്കിൽ സംയോജിപ്പിക്കുന്നതാണ് തോട്. പുഴയുന്നത് അഥവാ ഇളക്കുന്നതാണ് പുഴ. തണുപ്പിക്കുന്നത് അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്നതാണ് ആറ്. ശബ്ദവും ചലനവും സംയോജനവും ഇളക്കവും ആശ്വാസവും എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ വരുന്നവയാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ നദിയും അതിൻ്റെ പര്യായ പദങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വിലപ്പെട്ട വേദപുസ്തക പ്രതീകമാണ് നദി. ഉൽപ്പത്തി പുസ്തകം മുതൽ നദിക്ക് ആത്മീയ പാഠങ്ങൾ ലഭിക്കുന്നുണ്ട്. 4 തരംതിരിക്കാമെങ്കിൽ 1 അതിൻ്റെ ഒരു ഉൽപ്പത്തിയുണ്ട്, 2 പ്രവാഹം, 3 പ്രവർത്തനം, 4 അതിൻ്റെ പതനം. സോഴ്സ്, കോഴ്സ്, മിഷൻ ആൻഡ് ടെർമിനൽ. ഉൽപ്പത്തി എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു ആരംഭമുണ്ട്. അപ്പോൾ നദികൾക്കൊക്കെ ഒരു ആരംഭമുണ്ട്. പലപ്പോഴും അജ്ഞാതമായ ആരംഭം. ഉയർന്ന മലയിൽ എവിടെയോ ആളുകൾക്ക് എത്തിച്ചേരാൻ പ്രയാസമുള്ള സ്ഥാനത്ത് ഒരു പക്ഷേ 2 കല്ലും ഒരു ചിറ്റീന്തും കുറച്ച് പച്ചക്കാടുകളും മാത്രമുള്ള ഒരു സ്ഥലത്ത് നിന്നാവും ഒരു നദി ജനിക്കുക. തിരമ്പി തല്ലി തകർത്ത് ഇരുതീരങ്ങളെയും പ്രകമ്പനം കൊള്ളിച്ച് ഒഴുകുന്ന പടുകൂറ്റൻ നദിയുടെ പിള്ളത്തൊട്ടിൽ എത്ര ചെറിയത് ആണ് എന്ന് നമുക്കറിയാം. വലിയ നദികളുടെ ഈറ്റെല്ലം കണ്ടെത്താൻ സാഹസിക യാത്രകൾ ആളുകൾ നടത്താറുണ്ട്. വേദപുസ്തകത്തിൽ നദിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്ന ഒട്ടേറെ ഭാഗങ്ങളുണ്ട്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47 അധ്യായത്തിൻ്റെ 1 വാക്യത്തിലും വെളിപ്പാട് പുസ്തകം 22:1 നദിയെക്കുറിച്ച് നമ്മൾ കാണുന്നു. ഏദനിലെ നദി, ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം 10, 11 വാക്യങ്ങൾ, തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്നും 4 ശാഖകളായി പിരിഞ്ഞു. ഫറാർ എന്ന ചിന്തകൻ പറയുന്നത് ഏദനിൽ നിന്ന് പുറപ്പെടുന്ന നദിയുടെ 4 ശാഖകൾ പരിശുദ്ധാത്മാവിൻ്റെ 4 പ്രവർത്തനങ്ങളെ കുറിക്കുന്നുവെന്നാണ്. പീശോൻ എന്ന വാക്കിനർത്ഥം മാറ്റം, രൂപാന്തരം എന്നൊക്കെയാണ്. അത് ഒരു മനുഷ്യൻ്റെ വീണ്ടും ജനനത്തെ അല്ലെങ്കിൽ നമ്മുടെ സ്നാപനത്തെയൊക്കെ സൂചിപ്പിക്കാം. ഗീഹോൻ എന്ന വാക്കിൻ്റെ അർത്ഥം
തീക്ഷ്ണം, ഇടതടവില്ലാതെ പ്രവഹിക്കുന്നതെന്നാണ്. അത് ദൈവകൃപയെ കുറിക്കുന്നു. ഹിദേക്കൽ എന്നത് നേർത്ത നാദം എന്ന അർത്ഥമാണ്. അത് ശുദ്ധീകരിക്കുന്ന ദൈവവചനത്തെ കുറിക്കുന്നു. ഫ്രാത്ത് ഫലം നൽകുന്നത് എന്ന അർത്ഥത്തിലാണ്. ആത്മാവ് ഫലം നൽകുന്നതാണ്. വീണ്ടും ജനനവും കൃപാവരങ്ങളും വിശുദ്ധിയും ആത്മാവിൻ്റെ ഫലങ്ങളും നൽകുന്ന ഈ ദൈവ നദിയുടെ ഉറവിടം ഏദൻ പർദീസ തന്നെയാണ്. വളരെ ഉന്നതമായ ഉറവിടം. മറ്റു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൽ നിന്നാണ് അതിൻ്റെ ഉൽപ്പത്തി. ഒരിക്കൽ ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചു, കുട്ടി, വേദപുസ്തകം എവിടെ ആരംഭിക്കുന്നു? ആ കുട്ടി പറഞ്ഞു, സൃഷ്ടിയിൽ. അധ്യാപകൻ അതിന് ഉത്തരം നൽകുന്നു, എൻ്റെ വേദപുസ്തകം ദൈവത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആദിയിൽ ദൈവം, പരിശുദ്ധാത്മ നദിയുടെ ഉൽപ്പത്തി ദൈവിക ആളത്വത്തിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. രണ്ടാമത്, നദി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രവാഹത്തെക്കുറിച്ച് നമുക്ക് കാണാം. കൂടാരപ്പെരുന്നാളിൽ മഹാദിനത്തിൽ യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. സുവിശേഷകൻ പറയുന്നു, അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. തിരുവെഴുത്ത് പറയുന്നത് പോലെ എന്ന വാക്കുകൊണ്ട് കർത്താവ് പല പഴയ നിയമഭാഗങ്ങളെ ഏകീകരിച്ച് പറയുകയായിരുന്നു എന്ന് വ്യാഖ്യാതാക്കൾ കണ്ടെത്തുന്നു. മരുഭൂമിയിൽ മോശ പാറയടിച്ചപ്പോൾ വെള്ളം ചാടി പുറപ്പെട്ടു നദിയായി ഒഴുകിയതുപോലെ കാൽവറിയിൽ പിളർക്കപ്പെട്ട യേശു ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി തുറന്നിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നാണ് ഇന്ന് അതിൻ്റെ പ്രവാഹം. അനേകം ആളുകളുടെ ജീവിതം തെക്കേ ദേശത്തെ തോടുകൾ പോലെയാണ്. അവയ്ക്ക് ചാലുണ്ട്, ഒഴുക്കില്ല, ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. വേനൽക്കാലത്ത് പൈപ്പുകൾ ഉണങ്ങി വരണ്ട് കിടക്കുന്നത് പോലെ ബാഹ്യരൂപങ്ങളെല്ലാം ഉണ്ട്, എല്ലാ ആചാരങ്ങളുമുണ്ട്, അനുഷ്ഠാനങ്ങളുമുണ്ട്, എന്നാൽ ഒഴുക്ക് മാത്രമില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ഒഴുക്ക് ആവശ്യമാണ്. ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഒഴുക്ക് നമുക്ക് അനിവാര്യമാണ്. മൂന്നാമത്തെ ഒരു പ്രത്യേകത അതിൻ്റെ മിഷനാണ്, അല്ലെങ്കിൽ ദൗത്യമാണ്. നദികളുടെ പ്രവർത്തനം വളരെയേറെയാണ്. മാലിന്യങ്ങളെയെല്ലാം അത് ഏറ്റുവാങ്ങുന്നു, അതായത് പ്യൂരിഫൈ ചെയ്യുന്നു. സഖറിയ പ്രവാചകന്റെ പുസ്തകം 13:1 കാണുന്ന, അന്നാളിൽ ദാവീദ് ഗ്രഹത്തിനും യെരുശലേം നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. 2 നദികൾ സമ്പുഷ്ടമാക്കുന്നതാണ്. യെശയ്യാവിൻ്റെ ദർശനത്തിൽ മശിഹായുടെ സാന്നിധ്യം മരുഭൂമിയെ മലർവാടിയാക്കി തീർക്കുന്നതാണ്. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളും ആക്കും. മറ്റൊരു പ്രത്യേകത, നദികൾ സ്വാന്തനപ്പെടുത്തുന്നു. മലഞ്ചെരുവുകളിലെ പാറക്കെട്ടുകളിൽ തട്ടിച്ചിതറി കുലംകൊത്തി പായുന്ന കാട്ടാറ് താഴെ സമഭൂമിയിൽ പ്രവേശിക്കുമ്പോൾ ശാന്തഗംഭീരമായി പരിണമിക്കുന്നു. അവിടെ നദി സമാധാനത്തിൻ്റെ പര്യായമായി മാറുന്നു. യെശയ്യാവ് പറയുന്നു, അയ്യോ, നീ എൻ്റെ കൽപ്പന കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയുമാകുമായിരുന്നു. ഇരമ്പൽ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നിശ്ചലമായിരിക്കാൻ കഴിയുന്നതാണ് ശരിയായ സമാധാനം. മാനം മുട്ടെ ഉയർന്നു പൊങ്ങുന്ന തിരമാലകളെ പുറത്ത് കാണിക്കാതെ ശാന്തനിർഭരമായി സ്ഥിതി ചെയ്യുന്ന സമാധാനമാണ് സമുദ്രത്തിൻ്റെ സമാധാനം.
നാലാമത്തെ ഒരു കാര്യം നദിയുടെ പതനമാണ്, അതിൻ്റെ ഒരു ടെർമിനൽ. സകല നദികളും സമുദ്രത്തിലേക്ക് ഒഴുകി വീഴുന്നു, എന്നിട്ടും സമുദ്രം നിറയുന്നില്ല. നദികൾ ഒഴുകി വീഴുന്ന ഇടത്തേക്ക് പിന്നെയും പിന്നെയും ചെല്ലുന്നു. സഭാപ്രസംഗി 1-ാം അധ്യായത്തിൽ നദികൾ സമുദ്രത്തിൽ നിപതിക്കുന്നുവെങ്കിലും അതിൻ്റെ പതനം കൊണ്ട് സമുദ്രത്തിനൊരു വ്യത്യാസവും സംഭവിക്കുന്നില്ല എന്ന സൂചനയുണ്ട്. എന്നാൽ പ്രവാഹത്തിലെന്ന പോലെ പതനത്തിലും അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു നദിയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. അത് യെഹെസ്കേൽ കാണുന്നതും നമ്മൾ മുൻ ചിന്തിച്ച അനുഭവത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അത്ഭുത നദിയാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം മുതൽ, നദി ഒഴുകുന്നത് കൊണ്ട് പാഴ്ഭൂമി കൃഷിഭൂമിയായി തീർന്നു. നവങ്ങളായ അനുഭവം നൽകുന്ന വൃക്ഷങ്ങൾ ഇരുതീരങ്ങളിലും വളർന്നു നിൽക്കുന്നു. വൃക്ഷങ്ങളുടെ ഇല രോഗശാന്തി വരുത്തുന്നു. ചത്ത ചാവുകടലിലാണ് വെള്ളം ഒഴുകി വീഴുന്നത്. അതിലെ ചാവുവെള്ളം ജീവജലമായി മാറുന്നു. ജീവികൾ അതിൽ വിഹരിക്കുന്നു. ആളുകൾ മത്സ്യബന്ധനം കൊണ്ട് ഉപജീവിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ആരംഭത്തിൽ എന്ന പോലെ അവസാനത്തിലും ജീവൻ പകരുന്നു. ഈ നദി നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഒഴുകി വീണിരുന്നെങ്കിൽ എത്രമാത്രം വ്യത്യാസങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നദി പോലെ നമ്മുടെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്ന, കൂടുതൽ ഫലകരമാക്കുന്ന സാന്നിധ്യം പകർന്ന് നമ്മെ ക്രിസ്തീയ ജീവിതത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളെക്കുറിച്ച് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ പകൽക്കാലത്തിൽ നന്മയുടെയും സന്തോഷത്തിൻ്റെയും അനുഭവങ്ങൾ ദൈവം നമുക്ക് നൽകട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് കരുണകളുടെ തമ്പുരാനായി ഞങ്ങളോട് കൂടെയുണ്ടല്ലോ. പരിശുദ്ധാത്മാവ് എന്ന ദാനത്തെ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതം പാഴ്മരുഭൂമിക്ക് സമാനമായിരിക്കുമ്പോൾ അതിനെ ഫലപുഷ്ടിയാക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ഒരു നദി പോലെ പ്രവഹിക്കുന്നുവെന്ന് ഈ പ്രഭാതത്തിൽ ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഫലകരമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ, യാത്രകളിൽ, ജോലിവേലകളിലൊക്കെ അവിടുത്തെ കൃപ കൂടിയിരിക്കണം. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ വർഷം നൽകുമാറാകണമേ. യേശു മശീഹയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക കൃപയും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.